ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കർഷകരാണ് യഥാർത്ഥ രാഷ്ട്രീയ സേവകരെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കർഷകരാണ് യഥാർത്ഥ രാഷ്ട്രസേവകരെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കൾച്ചർ സൊസൈറ്റി ഓഫ് അങ്കമാലി സംഘടിപ്പിച്ച വിത്തും കൈക്കോട്ടും കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവരെ ഭരിക്കുന്നവരെയൊക്കെ രാഷ്ട്രീയ സേവകന്മാരായി അംഗീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് രാഷ്ട്രസേവകന്മാരാകേണ്ടത്? കർഷകരല്ലേ. അത് അംഗീകരിച്ചാൽ ബാക്കി പ്രശ്നങ്ങൾ, ബാക്കി ആനുകൂല്യങ്ങളൊക്കെ തനിയെ വന്നോളൂ. രാഷ്ട്രസേവകന്മാർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നതൊക്കെ അതിൽ തനിച്ച് വന്നോളയും. കർഷകരുടെ ക്ഷേമത്തിനും വരുമാന വർധനവും അനേകം വകുപ്പുകളും കോർപ്പറേഷനുകളും നിലവിലുണ്ട്. ഇതിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 10 പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡ്രൈവറുടെ ശമ്പളം എത്ര അറിയാം നമുക്ക്? ഏറ്റവും സീനിയറായിട്ട് ആൾക്ക് 1.5 ലക്ഷം രൂപ. ഞാനത് പറഞ്ഞു വരുന്നത് 1976 5 ഏക്കർ കൃഷി ചെയ്താൽ 1450 റുപ്യ ഒരു കൃഷിക്കാരന് കിട്ടും. അന്ന് ജില്ലാ കളക്ടറുടെ ശമ്പളം എത്രയല്ലോ? 860. മന്ത്രിയുടെ ശമ്പളം 700, MLAയുടെ ശമ്പളം 300. ഇന്ന് 500 റുപ്യ പോലും ഒരു ദിവസം കിട്ടാത്തവരാണ്. പക്ഷെ പേര് മുതലാളിയും ജന്മിയും ബൂർഷിയൊക്കെയാണ്. ഇതാണ് നമ്മുടെ സ്ഥിതി. ഒരു കാലത്ത് ജില്ലാ കളക്ടർമാരെക്കാൾ വരുമാനമുണ്ടായിരുന്ന കർഷകരുടെ നിലവിലെ സ്ഥിതി ദുരിതപൂർണ്ണമാണ്. കാർഷിക മേഖലയിലെ കോർപ്പറേറ്റ് വൽക്കരണം ചെറുകിട കർഷകരുടെ ജീവിതം ദുഷ്കരമാക്കുന്നുണ്ട്. അതേസമയം കർഷക വിരുദ്ധ സമീപനങ്ങൾ ആരും ചർച്ച ചെയ്യാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും മന്ത്രി പറഞ്ഞു. മാർക്കറ്റാണ് വില നിശ്ചയിക്കുന്നത്. ആ ഏത്തക്ക ചിപ്സോ പൗഡറോ ആക്കിയാൽ നമ്മൾ വില നിശ്ചയിക്കും. ആ നാളികേരം കൊണ്ട് ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണയോ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പീരയോ തേങ്ങ പൗഡറോ എന്തൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ വില നിശ്ചയിക്കും. ഇപ്പം വില നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ലാഭത്തെയും കൂടി കണക്കിലെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതെങ്ങനെ പറ്റും? അത് കർഷകരുടെ കൂട്ടായ്മകൾക്ക് പറ്റും. എനിക്ക് മാത്രം ചിലപ്പോൾ കഴിയില്ലായിരിക്കാം. അവിടെയാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും ഫാർമർ പ്രൊഡ്യൂസിങ് കമ്പനിയും കൃഷിക്കൂട്ടങ്ങളും എല്ലാം അതിനകത്താണ് ഇടപെടേണ്ടതെല്ലാം. അപ്പം ഈ മാറ്റങ്ങളിലേക്ക് വരണം. അല്ലാതെ എല്ലാ കൊല്ലവും ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് വിലപിച്ച് നമുക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റും? എല്ലാ കൊല്ലവും ഇതിനൊരു സഹായം കിട്ടുമെന്ന് മാത്രം നോക്കി എത്ര നാൾ നിൽക്കാൻ പറ്റും? കാർഷികോത്സവത്തിൽ പങ്കെടുത്ത കർഷകർക്ക് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡിയോടെയുള്ള മൈക്രോ ഇറിഗേഷൻ സോളാർ പദ്ധതികളെക്കുറിച്ചും ഇവയുടെ ഗുണങ്ങളെക്കുറിച്ചും കർഷകൻ കൂടിയായ മന്ത്രി വിശദീകരിച്ചു. CSA ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ CSA പ്രസിഡന്റ് CK ഈപ്പൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വത്സലകുമാരി വേണു, S ജയദേവൻ, ലതിക ശശികുമാർ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ, KTDC ഡയറക്ടർ ബെന്നി മൂഞ്ഞേലി, അങ്കമാലി നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പോൾ ജവർ, കൌൺസിലർ TY ഏലിയസ്, സംഘാടക സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK ഷിബു, ജനറൽ കൺവീനർ വിഷ്ണു മാസ്റ്റർ, CSA വൈസ് പ്രസിഡന്റ് MP രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കൃഷിയും സംസ്കാരവും എന്ന വിഷയത്തിൽ മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഷൻ കോർപ്പറേറ്റ് ലിമിറ്റഡ് ഫീൽഡ് ഓഫീസർ P ക്യാബിൻ, കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. സംസ്ഥാന കൃഷിവകുപ്പ്, CSA ലൈബ്രറി എന്നിവയുമായി സഹകരിച്ച് കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി നടത്തിയ കാർഷികോത്സവത്തിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.